ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പലതരൂർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അത്ഭുതകരമായൊരു വിടുതൽ നൽകുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡെലിവറൻസ് അഥവാ വിടുതൽ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നുള്ള വിമോചനം എന്ന അർത്ഥത്തിലാണ്. ഈ പൈശാചിക ബന്ധനം നമ്മളിൽ പല വിധത്തിൽ ഉണ്ടാകാം. ഉദാഹരണത്തിന് നേരിട്ടുള്ള പിശാചിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലുണ്ടാകുക, അഥവാ പിശാച് ബാധ ഒരു വ്യക്തിയിൽ ഉണ്ടാവുക. മറ്റു ചിലപ്പോൾ പലതരം തിന്മകളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാർഗതടസ്സങ്ങളുമൊക്കെയായി പിശാച് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പൈശാചിക ആധിപത്യത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഒരു ഡെലിവറൻസ് ആവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ അണക്കര ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയിരുന്നു, ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനം ഡൊമിനിക് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒരു അരമിനിറ്റൊക്കെ പ്രാർത്ഥിച്ച് കാണും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡെലിവറൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല, ഞാനിങ്ങ് പോന്നു. പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് എന്നെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായതായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മുൻകോപം ഒത്തിരി കുറഞ്ഞുപോയി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കിനെ പിടികൂടിയിരുന്ന നിരാശ ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്നില്ല. ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒന്നാണ് ഉത്കണ്ഠ, അത് മാറിപ്പോയി. അപകർഷതാബോധമുണ്ടായിരുന്നു, അത് മാറിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് വലിയ ലൗകിക ചിന്തകൾ വരുമായിരുന്നു, അതെല്ലാം മാറിപ്പോയി. ഇതൊന്നും ഇപ്പോൾ എനിക്ക് ഉണ്ടാകാറേയില്ല, പ്രത്യേകിച്ച് ഈ ലൗകിക ചിന്തകൾ. ഒരിക്കലും എൻ്റെ തലയിലേക്ക് മനസ്സിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛൻ പറഞ്ഞ ഡെലിവറൻസ് എനിക്ക് കിട്ടിയെന്ന്. അപ്പം എന്നിൽ ഉത്കണ്ഠയായി, കോപമായി, നിരാശയായി, അപകർഷതാബോധമായി, ലൗകിക ചിന്തകളായി എല്ലാം കിടന്നിരുന്നത് ഓരോ തരം പൈശാചിക ബന്ധനങ്ങളാണ്. അതെല്ലാം വിട്ടുപോയപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു. ഞാൻ ഓർക്കുന്നു, ഞാൻ ജനിച്ചൊരു മാസം പോലും പ്രായമാകാത്ത, നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്ന, ഉറക്കമില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിശാച് എന്നെ തള്ളിയിട്ടു. ഞാൻ നിന്ന നിപ്പിൽ ബോധം കെട്ട് പുറകോട്ട് മറിഞ്ഞുപോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ബോധം കെട്ട് നിലത്ത് വീണു. പിന്നെ കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ ശേഷം എഴുന്നേറ്റ് വന്നപ്പോൾ ആ വ്യക്തി നോർമലായി. ഒരു കുഞ്ഞു കൊച്ച്, ഈ പറഞ്ഞാലും ഉറക്കമില്ല, പാല് കുടിക്കില്ല, കരച്ചിൽ, പല ആശുപത്രി കാണിച്ചിട്ടും കുറവില്ല. ആ കൊച്ചിൻ്റെ വല്യമ്മ വന്നിങ്ങനെ സങ്കടം പറഞ്ഞു. ചില കന്നാൻ വെള്ളം വെഞ്ചരിച്ച് കൊടുത്തിട്ട് ആ കൊച്ചിൻ്റെ നാവിലും ചുടയിലും തൊട്ട് തേക്കാൻ പറഞ്ഞു. ഒരു വൈകുന്നേരം കൊടുത്തു വിട്ടെ, ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക്. പിറ്റേന്ന് രാവിലെ അമ്മച്ചു എന്ന് പറഞ്ഞു, ആ വെള്ളം തൊട്ട് തേച്ചത് കൊച്ചു സുഖമാക്കപ്പെട്ടു, സൗഖ്യം നേടി. അപ്പം ഇങ്ങനെ പലരിൽ പല വിധത്തിലാണ് ഈ ബന്ധനം കിടക്കുക.
ചിലരോട് നമ്മൾ കണ്ടിട്ട് എന്ത് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല, എന്ത് പറഞ്ഞാലും അവർക്ക് ബോധ്യം വരില്ല, എന്ത് പറഞ്ഞാലും അവരിലൊരു മാറ്റമുണ്ടാകുന്നില്ല. ബന്ധനം. എനിക്കറിയാം, മരുന്ന് കഴിക്കണമെന്ന് പറയാതെ കഴിക്കാത്ത ആളുകൾ, മനോരോഗികളുടെ കാര്യമല്ല ഞാൻ പറയാം. തന്നെ പുറത്തേക്ക് പോകരുത് പറഞ്ഞിട്ട് എപ്പോഴും തന്നെ പുറത്തു പോകുന്ന ആളുകൾ, റെസ്റ്റ് എടുക്കണം, കട്ടിലിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അത് ചെയ്യാത്ത ആളുകൾ, ഇതൊക്കെ ഓരോ തരം ബന്ധനമാണ്. ആര് പറഞ്ഞിട്ടും, ഡോക്ടർ പറഞ്ഞിട്ടും, ജീവിത പങ്കാളി പറഞ്ഞിട്ടും ഒന്നും ഒരു മാറ്റവുമില്ല. ബന്ധനമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ബന്ധനങ്ങൾ നമ്മളിലൊക്കെ ഉണ്ട്. ഞാൻ അത്തരത്തിലുള്ള സാധ്യമായ ചില ബന്ധനങ്ങളുടെ പേര് പറയാം. ഒന്ന് നേരിട്ടുള്ള പിശാച് ബാധ തന്നെ. രണ്ടാമത് രോഗങ്ങളും മാറാരോഗങ്ങളും. രോഗമെന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് മാറാവുന്നതാണ്. മാറാരോഗങ്ങൾ പറഞ്ഞാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നാണ് അർത്ഥം. ഉത്കണ്ഠ, നിരാശ, വിഷാദ ഭാവം, കുറ്റബോധം, അപകർഷതാബോധം, പിടിവാശി, അഹങ്കാരം, പിശുക്ക്, അമിതമായ ധനാസക്തി, അധികാരമോഹം, വെറുപ്പ്, ആത്മഹത്യാ പ്രവണത, അമിതമായ അഥവാ അനിയന്ത്രിതമായ ജഡികാസക്തികൾ, പ്രതികാരചിന്ത, എന്ത് ചെയ്താലും ഒന്നും വിജയിക്കാത്ത അവസ്ഥ, പഠനം, ജോലി, പരീക്ഷ, ഒന്നും രക്ഷപ്പെടുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്നില്ല. കുടുംബത്തിന് മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ, അതിനെ തുടർന്നുള്ള അസ്വസ്ഥതകൾ, നിരീശ്വര ചിന്തകൾ, തെറ്റായ പ്രേമബന്ധങ്ങൾ, എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത അവസ്ഥകൾ. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റുണ്ട് ഈ ബന്ധനങ്ങളുടെ. ഞാൻ ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് പ്രസക്തമായ ചില ബന്ധനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന് കാണും. എനിക്കതുണ്ടല്ലോ, എനിക്കതില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വത്തിൻ്റെ മേൽ തൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി അധികാരം നേടിയവനാണ് യേശു. ഈശോയുടെ നാമത്തിൽ വിടുതലുണ്ട്, ഈശോയുടെ നാമത്തിൽ സൗഖ്യമുണ്ട്, ഈശോയുടെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, ഈശോയുടെ നാമത്തിൽ പിശാചുകൾ വിട്ടുപോകും. അതാണ് ഡൊമിനിക് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പലതരത്തിലുള്ള ബന്ധനങ്ങൾ എന്നെ വിട്ടുപോയി. എനിക്കൊരു ഡെലിവറൻസ് ഉണ്ടായി, എനിക്കൊരു മനസ്സിൻ്റെ സ്വാതന്ത്ര്യമുണ്ടായി. എൻ്റെ മനസ്സിന് എനിക്ക് കുറേ കൂടി ഒരു സന്തോഷവും സ്വസ്ഥതയും ഉണ്ടായി. അപ്പോൾ ഒരു നിമിഷത്തേക്കല്ല, അപ്പോൾ മുതൽ ഇപ്പോൾ വരെ എനിക്കത് തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള ഇത്തരം പലതരം ബന്ധനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതും അറിയാത്തതും, ഇത് പൈശാചിക ബന്ധനമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അവയെല്ലാം ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. ആദ്യം നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഇളമയോടുകൂടി ആയിരിക്കുന്നു. നിന്നെ എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായി ഞാൻ ഏറ്റുപറയുന്നു. നീ അല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. നിന്നെപ്പോലെ ശക്തനും സർവ്വത്തിന്മേൽ അധികാരമുള്ളവനും പ്രാർത്ഥന കേൾക്കുന്നവനുമായ ഒരു ദൈവം എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നെങ്കിൽ ഈ ഹോളിൽ അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റിന് മുമ്പിൽ ഇവ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുന്നത് അവർ നിന്നെ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്, നിന്നെ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരു ദൈവം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾക്ക് അവർ മോചനം ആഗ്രഹിക്കുന്നുണ്ടാണ്. അവരുടെ ജീവിതത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് അവരാഗ്രഹിക്കുന്നുണ്ടാണ്. ഒരു പുതിയ അഭിഷേകത്തോടെയുള്ള ജീവിതം അവരാഗ്രഹിക്കുന്നുകൊണ്ടാണ്. കർത്താവ്, എന്നെ കേൾക്കുന്ന
എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സർവ്വ ശക്തിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി പിശാചിന്റെ മേലും തിന്മകളുടെ മേലും രോഗങ്ങളുടെ മേലും മറ്റെല്ലാ തിന്മകളുടെ മേലും അവിടുന്ന് അധികാരം നേടിയല്ലോ, വിജയം നേടിയല്ലോ. ഉദ്ധിതനായ ഈശോയെ അവിടുത്തെ നാമം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമത്തിൽ സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനമായ നസറായനായ യേശുക്രിസ്തുവിൻ്റെയും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും സുഹൃതനായ വിശുദ്ധ മിഖായേലിനെയും മറ്റ് മലാഖമാരുടെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും മറ്റെല്ലാ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥതയാലും എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചും ഇവിടെ പ്രാർത്ഥിച്ചവർക്ക് എല്ലാവരുടെയും വിശ്വാസം സമർപ്പിച്ചുകൊണ്ടും കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആ ദൈവികമായ ശക്തി ഇവരിൽ പ്രകടമാകട്ടെ. അവിടുത്തെ നാമത്തിൽ ഇവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഡെലിവറൻസ് സംഭവിക്കട്ടെ. ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിലുള്ള പൈശാചിക ആധിപത്യങ്ങൾ ഈശോയുടെ നാമത്തിൽ, ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിൽ ഇവരെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും രോഗപീഠകളും വിട്ടുപോകട്ടെ. മനസ്സിലുള്ള മുറിവുകൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പകരം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ. വെറുപ്പും വിദ്വേഷവും വാശി വൈരാഗ്യങ്ങളും എല്ലാം നീങ്ങിപ്പോകട്ടെ. സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങളും അടിമത്തങ്ങളും നീങ്ങിപ്പോകട്ടെ. എത്ര അധ്വാനിത്താലും വിജയം കിട്ടാത്ത വിധത്തിൽ പിശാചി ബന്ധിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, തെറ്റായ ബന്ധങ്ങളൊക്കെ നേർവഴിക്കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ പ്രേമബന്ധങ്ങളെ മാറ്റിക്കളയണമേ, ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ അഴിക്കണമേ. പഠനവും പരീക്ഷയും ആയ ബന്ധനങ്ങൾ അഴിക്കണമേ. ജോലിക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. കർത്താവേ, ഓരോരുത്തരുടെയും ജീവിതങ്ങൾ രക്ഷപ്പെടാനുള്ള പിശാചുണ്ടാക്കുന്ന, മറ്റുള്ളവരുണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും നസറായനായ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, അഴിഞ്ഞു വീഴട്ടെ എന്ന് പൗരോഹിത്യ അധികാരത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നസറായനായ ഈശോയുടെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിടുതലുണ്ടാകട്ടെ. ഡൊമിനിക് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു 10-30 സെക്കൻഡിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ പല ബന്ധനങ്ങളും അഴിഞ്ഞുപോയി കർത്താവെ. അതുപോലെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, കുടുംബത്തിലുള്ള അനേക തരത്തിലുള്ള ബന്ധനങ്ങൾ, പൈശാചിക ആധിപത്യങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശ് കൊണ്ട് നിങ്ങളെ ഞാൻ മുദ്ര വയ്ക്കുന്നു. കുരിശിന്റെ അടയാളത്താൽ എല്ലാ തിന്മകളും, എല്ലാ പീഡകളും, എല്ലാ പൈശാചി ആധിപത്യങ്ങളും എല്ലാം നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുടുംബത്തിലെ അസ്വസ്ഥത നീങ്ങിപ്പോകട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. തെറ്റായ പ്രേമബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവ് എല്ലാവരെയും നിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നസറായനായ ഈശോയെ, പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന്മേൽ ആധിപത്യം നേടിയ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തണമേ. എല്ലാ പൈശാചി ആധിപത്യത്തിൽ
എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകട്ടെ, കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ, വെറുപ്പ് മാറിപ്പോകട്ടെ, വിദ്വേഷം മാറിപ്പോകട്ടെ, പ്രതികാര ചിന്ത വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരമടിച്ച്, ശക്തമായി കരമടിച്ച് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കാം. ശക്തമായി കരമടിച്ച് യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. ദൈവമിതാവ് ഒരു പ്രവൃത്തി നിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തി അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു കരമുയർത്തി അതരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, നിന്റെ തിരുരക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ കർത്താവേ. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കരമുയർത്തി അതരം തുറന്ന് വിളിക്കുന്നു യേശുവേ. കരങ്ങൾ താഴ്ത്തി കരമടിച്ച് ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. വിടുതലനായി നന്ദി പറയുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു കർത്താവ്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. കർത്താവിന് നന്ദി പറഞ്ഞ് ഇരുവശങ്ങൾ കരങ്ങളെന്നടിച്ച് വലിയ ഉണർവോടെ ദൈവത്തിന് നന്ദി പറയുക. ഈശോ ചെയ്യുന്ന പ്രവർത്തികളെ ഓർത്ത്, ഈശോ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി കരമൊന്നുയർത്തി നമുക്ക് ചേർന്ന് ഈശോയെ ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിമോചനത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത അത്ഭുത
അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ചേർന്ന് പാടാ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, യേശുവിന് ആരാധന. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്, ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്, ഹല്ലേലൂയ അങ്ങയ്ക്ക്. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, പരമകാരുണ്യവാനായ ദൈവമേ, കൃപയുടെ നിർമ്മലമായ ദൈവമേ, അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു പ്രശ്നമേ ഉള്ളെങ്കിൽ ഇവിടുന്ന് ഒരു 3 പ്രശ്നങ്ങളോട് വാങ്ങിക്കൊണ്ടു പോകാനായിട്ടല്ല, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമായവനെ തേടി നമ്മൾ ഈ ആലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ബോധ്യമുണ്ട്, ഞാൻ എത്തിയിരിക്കുന്ന ഇടത്ത് ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. നമ്മളിൽ പലരും രോഗികളല്ലേ? എത്രയോ കാലമായി മരുന്ന് കഴിക്കുന്നു. ചിലർക്കൊക്കെ മരുന്ന് കഴിക്കാൻ തന്നെ ഭയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗങ്ങൾ ഈ രാത്രിയിൽ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദുരിതങ്ങൾ മാറിപ്പോകണം, എന്റെ തഴക്ക ദോഷങ്ങൾ ഇല്ലാതാകണം, നിർവീര്യമാകണം, എന്റെ തടസ്സങ്ങൾ അവസാനിക്കണം. എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന, കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിനെല്ലാമുള്ള പരിഹാരം, ഇതിനെല്ലാമുള്ള സൗഖ്യം, ഇതിനെല്ലാമുള്ള വിടുതൽ, ഇതെല്ലാം ഒന്നു മാത്രമാണ്. എന്താണത്? യേശു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അത് യേശു നാമം മാത്രമാണ്. യേശുവാണ് എൻ്റെ ഏകരക്ഷകൻ. അവനിലൂടെയാണ് എനിക്ക് വിടുതൽ, സൗഖ്യം, ആശ്വാസം. പ്രിയമുള്ളവരെ, ഇത് ഇന്ന് പറഞ്ഞ കാര്യമല്ല. യെശയ്യാ പ്രവാചകൻ കർത്താവിന് കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം.
അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവന് യെശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു. പുസ്തകം തുറന്ന് അവൻ ഇപ്രകാരം വായിച്ചു: കർത്താവിന്റെ ആത്മാവെന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്കും മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച കർത്താവിനെ ഹല 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 ഹല. ഓ റിബാല ഹരിയാല പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്, സ്നേഹ സമ്മാനമാണ് യേശു. അത് യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. 3-ാം അധ്യായം 16-ാം തിരുവചനം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ. നാശം ദൈവത്തിന്റെ പദ്ധതി അല്ല. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആരെ സ്നേഹിച്ചു? ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു എന്ന് വചനം പറയുന്നു. എന്താണ് ലോകം? നമുക്കറിയാം. ആരാണ്? നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ സൗഖ്യം അനുഭവിക്കാൻ പോകുന്നു, വിടുതൽ അനുഭവിക്കാൻ പോകുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നു. ഒരു കാര്യം മറന്നുപോയി. നിങ്ങള് നൈറ്റ് വിജിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ പേര് രജിസ്റ്റർ ചെയ്തായിരുന്നോ? പേര് ചെയ്തോ? ചെയ്തില്ലല്ലേ? മറന്നുപോയല്ലേ? മറന്നുപോയി. TV കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, മൊബൈലിലും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ പുറത്തു പോകേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ തന്നെ ഓൺലൈനിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, എങ്ങനെ രജിസ്ട്രേഷൻ നടത്തുള്ള ഇപ്പോൾ പറഞ്ഞു തരാം. രജിസ്ട്രേഷൻ നടത്തുന്നത് ഇപ്പോൾ നമുക്കറിയാലോ, തമ്പ് ഒക്കെയാണ് വെക്കുന്നത് അല്ലേ? ഇപ്പോൾ ഓഫീസിൽ പ്രവേശിക്കണമെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെക്കണം, അല്ലെങ്കിൽ പഞ്ച് ചെയ്യണം. അതേപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്, വെറുതെ പറയുന്നതല്ല കേട്ടോ, രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ ക്യാമറയൊക്കെ ഓണാണ്, സെറ്റായിക്കോണേ. എല്ലാവരുടെയും തമ്പ് റെഡിയാകുമ്പോൾ ക്യാമറ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം. അതുപോലെ TV-യിലുള്ളവർ TV-യുടെ നേരെ കൈകൾ വെക്കുക. അതോടൊപ്പം തന്നെ മൊബൈലിലുള്ളവർ ക്യാമറയുടെ നേരെ കൈകൾ വെക്കുക. അതേപോലെ നിങ്ങളുടെ കരങ്ങൾ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വിരലുകളെല്ലാം കൂട്ടി, കൈപ്പത്തി ചിന്തമില്ലേ, അതേപോലെ വിരലുകളെ കൂട്ടി നിങ്ങളുടെ മുഖത്തിന് നേരെ ആയിരിക്കണം കൈ ഇരിക്കേണ്ടത്. അങ്ങനല്ല, വെളിയിലോട്ട് മുഖത്തിന്റെ പൊസിഷനിലായിരിക്കണം. അതെ, അങ്ങനെ വെച്ചിട്ട് കണ്ടോ, കറക്റ്റ് അല്ല വെച്ചല്ലോ. ഓക്കെ, TV കാണുന്നവർ വെച്ചല്ലോ, മൊബൈൽ കാണുന്നവർ വെച്ചല്ലോ. ഓക്കെ, എല്ലാവരും കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കൈ സ്കാൻ ചെയ്യുന്നതാണ്, കൈ അല്പം കൂടെ ഉയർത്തി പിടിക്കണം, മുഖത്തിന് നേരെ. ഓക്കെ, മുഖത്തിന്റെ പൊസിഷനിൽ കൈ വെക്കുക. എന്നിട്ട് അതിനൊരു പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് പറഞ്ഞെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പാസ്വേഡ് ഇതാണ്: യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് തളർന്നു കുത്തി പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല ഊർജ്ജസ്വലതയോടെ 5 പ്രാവശ്യം പറയണം. എന്താ പറയേണ്ടത്? ഉറക്കെ ഉച്ചത്തിൽ നന്നായി പറഞ്ഞെങ്കിലേ പാസ്വേഡ് ഓപ്പൺ ആവത്തുള്ളൂ, സൈറ്റ് ഓപ്പൺ ആവുകയുള്ളൂ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കത്തില്ല. ഓക്കെ, ഇത് അനുഗ്രഹങ്ങളുടെ രജിസ്ട്രേഷൻ ആണ്. ഈ നൈറ്റ് വിജിൽ തുടർന്ന് ശുശ്രൂഷകളെല്ലാം സജീവമാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ നടത്തിയെങ്കിലേ പറ്റുള്ളൂ. റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നു. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓക്കെ, അങ്ങനെ 5 പ്രാവശ്യം. ഞാൻ 2 എന്ന് പറയുമ്പോൾ 2 പറയണം കേട്ടോ. അങ്ങനെ 5 പ്രാവശ്യം ഞാൻ പറയും. ശരി, നമുക്ക് ആരംഭിക്കാം. രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ഒറ്റ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അവസരമില്ല. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, റെഡി 1 2 3. യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അല്പം കൂടെ ഉച്ചത്തിൽ, നല്ലുച്ചത്തിൽ, ആവുന്നത്ര ഉച്ചത്തിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ
കരങ്ങളോട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓരി ബല ബഹബരി ബല ഹബരി. ഹര 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 ഹര. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, രോഗപീഠകൾ മാറിപ്പോകട്ടെ, കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിലയട്ടെ, വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനായവനെ, പാപമോചകനായവനെ, നിത്യപരിപാലകനായവനെ, ജീവദായകനായവനെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. അനുഗ്രഹിക്കണമേ. കരങ്ങളടിച്ച് യേശു ലോകരക്ഷകനാണ്, യേശു പാപമോചകനാണ്, യേശു നിത്യപാലകനാണ്, അവൻ ജീവദായകനാ. അനുഭവത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്നായി കരങ്ങളടിച്ചേ. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. രക്ഷകൻ യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ, പാലകൻ നിത്യപാലകൻ, യേശു നിത്യപാലകൻ, ദായകൻ ജീവദായകൻ, യേശു ജീവദായകൻ. പാടാം. നാമമേശു, ഭോജനദ്രവ്യമേശു, സത്യപാതയാണേശു, നിത്യജീവനേകുന്ന യേശു. മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ, രക്ഷകൻ ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ. കരങ്ങൾ താഴ്ത്തി ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് കരങ്ങൾ നടിക്കാം. ഇടതുവശത്തേക്ക് വലതുവശത്തേക്കും ശരീരം ചലിക്കട്ടെ, കർത്താവിന് ഒരു മഹത്വം കൊടുക്കട്ടെ. കർത്താവിന്റെ അരുവി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ചലനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ചലിച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ശരീരം തിരിയട്ടെ, ശരീരം തിരിയട്ടെ, ഇടതുവശത്തേക്ക് വലതുവശത്തേക്കും സന്തോഷത്തോടെ. കരങ്ങൾ ഇരുവശത്തേക്ക് മാറ്റി മാറ്റി. യേശു കരങ്ങൾ പിടിച്ചുയർത്തുന്നവനാ. ജായിറോസിന്റെ ഭവനത്തിൽ അവൻ കടന്നു ചെന്ന് അവളുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കുക. പത്രോസിന്റെ ഭവനത്തിൽ അവൻ കടന്നു ചെന്ന് മർക്കോസ് 31 പത്രോസിന്റെ അമ്മായിയമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, എഴുന്നേൽക്കുക, അവളുടെ പനി വിട്ടുപോകുന്നു. അതെ, അവൻ കരം പിടിച്ചുയർത്തുന്നവനാ.
അവൻ കരയുന്നവരുടെ കണ്ണീർ പൊഴിക്കുന്നവനാ. ലാസറിന്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് സഹോദരങ്ങൾ കരഞ്ഞപ്പോൾ യേശു കണ്ണീർ വാർത്തു. ഹല്ലേലൂയ. നിന്റെ കണ്ണീര് കണ്ട് മുഖം തിരിക്കുന്നവനല്ല നിന്റെ കർത്താവ്, നിന്നോടൊപ്പം കരയുന്നവനാ, നിന്റെ കരങ്ങളിൽ പിടിക്കുന്നവനാ. കരങ്ങളൊന്ന് ഉയർത്തിക്കൊടുത്തേ, നിന്റെ കണ്ണുനീരവനൊന്ന് കാണട്ടെ. ഇതാ അവന്റെ കരങ്ങൾ നിന്റെ മേൽ കടന്നു വരുന്നു. നിന്റെ കണ്ണീർ തുളയ്ക്കുവാനായി, നിന്നെ ബലപ്പെടുത്തുവാനായി, നിനക്ക് ജീവൻ പകരുവാനായി, നിനക്ക് സൗഖ്യം തരുവാനായിട്ട് ഇതാ യേശു നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. ഹല 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 ഉറബി ഹലാരി. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് കരം തന്ന് കരകയറ്റിടുമേ, കരുതും കരുണയോടെന്നുമേ. കരുതുന്ന കരകയറ്റിടുമേ, കരുതും കരുണയോടെന്നുമേ. കണ്ണുനീർ കണ്ടാൽ കരയുമേ, കാരുണ്യരൂപനാണേശു. കണ്ണുനീർ കണ്ടാൽ കരയുമേ, കാരുണ്യരൂപനാണേശു. കരം തന്ന കരകയറ്റിടുമേ, കരുതും കരുണയോടെന്നുമേ. കണ്ണുനീർ കണ്ടാൽ കരയുമേ, കാരുണ്യരൂപനാണേശു. രക്ഷകൻ ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ. രക്ഷകൻ ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്ത് പിടിക്കുന്നു. കോർത്ത് പിടിക്കുന്ന കരങ്ങൾ ഉയർത്തി പിടിക്കുന്നു. അതൊന്ന് ചലിപ്പിച്ചുകൊണ്ട് ലാ 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 പാടാ. ലാ 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 ലാ, 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 എല്ലാവരും ചലിച്ച്. ലാ 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 ലാ, 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 ലാ 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 ലാ
ചിരി വരട്ടെ. കരങ്ങളായിട്ട് കരങ്ങളടിച്ച് അവൻ എമ്മാനുവേൽ, നമ്മോട് കൂടെയുള്ളവൻ, എന്നും കൂടെ വസിക്കുന്നവനാണവൻ. അതെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. മത്തായി 1:23. കൂടെ നടക്കുന്നവനായ കർത്താവ്, അവരെ അനുഭവിച്ചുകൊണ്ട് തുടർന്നുള്ള വരികൾ നമുക്ക് ചേർന്ന് പാടാം. മനതുറന്നരികിലായി ചേരുമേ, മാറാത്ത സ്നേഹത്തോടെന്നുമേ, മുറിവിലായി എന്നെയും ചേർക്കുമേ, അവന്റെ മുറിവിൽ എന്നെ ചേർത്ത് പിടിക്കൂ. പാറ പോലുറപ്പുള്ള സ്നേഹിതൻ, ഉറപ്പുള്ള സ്നേഹിതനാണ്. മനം തുറന്നരികില ചേരുമേ, മാറാത്ത സ്നേഹത്തോടെന്നുമേ, തൻ മുറിവില എന്നെയും ചേർക്കുമേ, പാറ പോലുറപ്പുള്ള സ്നേഹിതൻ, രക്ഷകൻ രക്ഷകൻ യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ, യേശു പാപമോചകൻ, രക്ഷകൻ ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, മോചകൻ
യേശു പാപമോചകൻ. വീണ്ടും കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം. കോർത്തു പിടിച്ച കരങ്ങൾ ഒന്ന് മുന്നോട്ട് നീട്ടിപ്പിടിച്ച് ഒന്ന് ചലിപ്പിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടാം. ലാലല്ല പാടിക്കൊണ്ട് എല്ലാവരുടെയും കാലുകളും ചലിക്കട്ടെ. ആ നന്നായി. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് ആത്മനെ തന്നവൻ ജീവകൻ, നിത്യമാം ജീവനെ തന്നല്ലോ. ആത്മനെ തന്നവൻ ജീവകൻ, നിത്യമാം ജീവന് തന്നല്ലോ. പാപിയെ ചേർക്കുവാൻ വന്നവൻ, പാപിയാമെന്നെയും ചേർത്തല്ലോ. പാപിയെ ചേർക്കുവാൻ വന്നവൻ, പാപിയാമെന്നെ ചേർത്തല്ലോ. ആത്മനെ തന്നവൻ ജീവകൻ, നിത്യമാം ജീവന് തന്നല്ലോ. പാപിയെ ചേർക്കുവാൻ വന്നവൻ, പാപിയാമെന്നെയും ചേർത്തല്ലോ. രക്ഷകൻ ഏകരക്ഷകൻ യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ യേശു പാപമോചകൻ. രക്ഷകൻ ഏകരക്ഷകൻ യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ യേശു പാപമോചകൻ. പാലകൻ നിത്യപാലകൻ യേശു നിത്യപാലകൻ, ദായകൻ ജീവദായകൻ യേശു ജീവദായകൻ. രക്ഷകൻ നാമമേശു, മോചന ദിവ്യമേശു, സത്യപാതയാണീശു, നിത്യജീവനേകുന്ന യേശു. രക്ഷകൻ ഏകരക്ഷകൻ യേശു ഏകരക്ഷകൻ, മോചകൻ പാപമോചകൻ യേശു പാപമോചകൻ. രക്ഷകൻ ഏകരക്ഷകൻ യേശു അവന്റെ ഏകരക്ഷകൻ, രക്ഷാനാമത്തെ ഉയർത്തിപ്പിടിച്ച് മോചകൻ പാപമോചകൻ യേശു പാപമോചകൻ. രക്ഷകൻ ഏകരക്ഷകൻ യേശു ഏകരക്ഷകൻ, അവനാണ് എന്റെ ഏകരക്ഷകൻ. അവനില്ലാതെ വേറെ രക്ഷയില്ല. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് നൽകപ്പെട്ട ഏകരക്ഷ നാമം എന്റെ യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ രക്ഷകൻ. പാപമോചകൻ.
എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോ പാപിയായ എന്നെ ചേർത്ത് പിടിക്കുവാൻ പാപമില്ലാതിരുന്നവൻ ലോകത്തിലേക്ക് എന്നോടുള്ള സ്നേഹപ്രകാരം കടന്നു വന്നു. അതെ, അനാദിയിലെയുള്ള ദൈവപിതാവിൻ്റെ സ്നേഹ പദ്ധതിയായിരുന്നു എന്നെ രക്ഷിക്കുവാനായിട്ടുള്ള എൻ്റെ യേശുവിൻ്റെ വരവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ എന്നെ രക്ഷയിലേക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ ഞാനായിരിക്കുമ്പോൾ കർത്താവ് ഇതാ എന്നെ വിടുവിക്കുന്നു. ഞാൻ വന്നതുപോലെയല്ല പോകാൻ പോകുന്നത്, ഞാൻ വന്നതുപോലെയല്ല പോകാൻ പോകുന്നത്, ഞാൻ നിന്നതുപോലെ അല്ല പോകാൻ പോകുന്നത്, ഞാൻ പാടിയതുപോലെയല്ല പോകാൻ പോകുന്നത്. ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ രക്ഷാകര അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് എന്നെ നയിച്ച കർത്താവിൻ്റെ ആ വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, വിടുതൽ അനുഭവിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, സ്നേഹം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒരു മകനും മകളുമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യത്തിലേക്ക് ദൈവം എന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയാ. യേശുവേ, നിൻ പൈതലായി മാറ്റിയല്ലോ എന്നെ വിളിച്ചവരെ, എന്നെ വിളിച്ച എൻ്റെ ദൈവമേ, വിശ്വസ്ത ദൈവമല്ലോ, സത്യമായി നീ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ്. അങ്ങയുടെ പൈതലാക്കി മാറ്റിയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നീ എത്രയോ നല്ലവനാണ്, നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി എന്ന് പാടിക്കല്ലേ. സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. വിശ്വസിച്ച് ഈ രാത്രിയിലേറ്റു നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കരം വീശി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.